ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തകർന്ന ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു കല്ല് തരാമോ, ഒരേ ഒരു കല്ല്, നമുക്ക് ഈ ദേവാലയം ഒന്ന് പുനരുദ്ധരിച്ചാൽ എന്ത് എന്ന് നിലവിളിച്ച ആ ചെറുപ്പക്കാരൻ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം അന്നും ഇന്നും ലോകത്തിന് ഒരു അത്ഭുതമായിരുന്നു. ദ സെക്കൻഡ് ക്രൈസ്റ്റ് ആത്മാഭിമാനത്തോടെ ഈ ലോകത്തിലെ ഓട്ടം പൂർത്തിയാക്കിയ ആ പാവപ്പെട്ട കൊച്ചു മനുഷ്യന്റെ ഹൃദയം മുഴുവനും ക്രൂശിതനുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. അവന്റെ തിരുമുറിവുകൾ ഏറ്റുവാങ്ങും വരെ അവൻ പ്രണയിച്ചു. അതേ പ്രിയരെ, സ്നേഹത്തിന്റെ മഹാത്ഭുതമായ വിശുദ്ധ കുർബാനയെ പ്രണയിച്ച ആ കൊച്ചു മനുഷ്യൻ ആധുനിക ലോകത്തിന് മഹത്തായ ഒരു മാതൃകയാണ്. സമ്പത്തും പ്രതാപവും പൊടിപൊടിച്ച് ആടിപ്പാടി തുര്യസിച്ച് നടക്കുന്ന ആഡംബര പ്രിയനും ഉല്ലാസഭരിതനുമായ ഒരു യുവജന നേതാവായിട്ടാണ് അസീസിക്കാർ വിശുദ്ധ ഫ്രാൻസിസിനെ കണ്ടിരുന്നത്. ഏതാണ്ട് 24 വർഷക്കാലം തന്റെ ജീവിതം പാഴാക്കിയെന്ന് ചരിത്രകാരനായ തോമസ് സെലാനോ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച ആ നാൾ മുതൽ ആ സ്നേഹം സ്നേഹിക്കാൻ അവനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. സ്നേഹത്തിന്റെ തടവുകാരനായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനോടുള്ള അടങ്ങാത്ത ഭക്തിയും ഉപവയും വിശുദ്ധ ഫ്രാൻസിസിൽ നിറഞ്ഞിരുന്നു. ആ ഇരുണ്ട കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളോട് കടുത്ത അവഗണനയും അവജ്ഞയും പുലർത്തിക്കൊണ്ട് പോന്നിരുന്നുവെന്നത് ചരിത്രപരമായ ഒരു ദുഃഖ സത്യമാണ്. ആ വേദന ഹൃദയത്തിൽ വിങ്ങലായി ഏറ്റുവാങ്ങിയ വിശുദ്ധ ഫ്രാൻസിസ് ലോകത്തിലെ നാനാഭാഗങ്ങളിലുമുള്ള ദേവാലയങ്ങൾ പുനരുദ്ധരിക്കുവാനുള്ള ശ്രമം തുടങ്ങി. ദിവ്യകാരുണ്യനാഥനോടുള്ള അതിയായ സ്നേഹത്തിൽ ലയിച്ച വിശുദ്ധ ഫ്രാൻസിസ് സ്വയം ദിവ്യകാരുണ്യമായി മുറിയപ്പെടാൻ അതിയായി ആഗ്രഹിച്ചു. തന്നേക്കാൾ താഴ്ന്നവരായി മറ്റാരെയും കണ്ടെത്താൻ കഴിയാത്ത വിധം അവൻ തന്നെ താഴ്ത്തി. തന്നെയും തനിക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അവൻ ശ്രമിച്ചു. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ അൾത്താരവിരിയും വിശുദ്ധ ഗ്രന്ഥം പോലും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വിശുദ്ധ ഫ്രാൻസിസിനെ പ്രേരിപ്പിച്ചത് ആ ദിവ്യകാരുണ്യനാഥനുള്ള പ്രണയമായിരുന്നു. ദിവ്യകാരുണ്യ ഭക്തരായ വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ ക്ലാരയുടെയും ആത്മീയ തനയരായ നമ്മുടെ ജീവിതവും ഈ ദിവ്യകാരുണ്യ ദർശനത്തിൽ ആഴപ്പെട്ടതായിരിക്കണം. മനുഷ്യാവതാര വേളയിൽ ദൈവപിതാവ് ഈശോയെ എടുത്ത് യോർദാനിൽ വാഴ്ത്തി കാൽവരിയിൽ വിഭജിച്ച് അൾത്താരയിൽ ബലിയായി നൽകി. അങ്ങനെ അവിടുന്ന് എല്ലാവർക്കും പ്രാപ്യമായ ദിവ്യകാരുണ്യമായി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള എടുക്കലും വാഴ്ത്തലും വിഭജിക്കലും നൽകലുമൊക്കെ ഉണ്ടാകണം. പിതാവായ ദൈവം നമ്മെ എടുത്ത് ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ നമുക്ക് അസ്തിത്വമുണ്ടായി. നമ്മെ വാഴ്ത്തി ക്രിസ്തുവിന്റെ മണവാട്ടിമാരാക്കി. നമ്മുടെ പെസഹ രഹസ്യത്തിലൂടെയും പരാശ്രയ ജീവിതത്തിലൂടെയും വിഭജിക്കൽ നടക്കണം. അവിടെയാണ് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, സമൂഹങ്ങളിൽ, പ്രേക്ഷിത രംഗങ്ങളിൽ നൽകൽ ഉണ്ടാകേണ്ടത്. ആയതിനാൽ ദിവ്യകാരുണ്യനാഥനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ചലിക്കുന്ന സക്രാരികളായി മാറി മനുഷ്യരിലേക്ക് നമുക്ക് പടരാം. ദൈവത്തെങ്കിലേക്ക് നമുക്ക് ഉയരാം. ഏവർക്കും ആഗതമാകുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നിർത്തുന്നു.